ഓം ശാന്തി. പലപ്പോഴും പലരും പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ടും എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം. അവർക്ക് വേണ്ടി ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാണ്. എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല? ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടിക്കലാവുന്നത്, സത്യമാകുന്നത് നിരന്തരമായി അതിനെക്കുറിച്ച് ചിന്ത വരുമ്പോഴാണ്. എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ ആകാശത്ത് ഞാൻ ഓർമ്മിക്കും, പണ്ട് ഭഗവാന്റെ അടുത്ത് എനിക്ക് തപസ്സിനുള്ള വഴി തരാൻ ചോദിക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങൾ കാണുമ്പോൾ, ഞാനിന്ന് കൃഷ്ണനെ ഭക്തി ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ ആകാശത്ത് മേഘങ്ങൾ കാണുമ്പോൾ അവിടെ കൃഷ്ണൻ്റെ പീലി കാണുന്നുണ്ടോ, അതിൽ കൃഷ്ണൻ്റെ മുഖം വരുന്നുണ്ടോ? ഈവൻ ഒരു ഇല ഇളകുകയാണെങ്കിൽ ആ ഇലയുടെ രാത്രിയിൽ മരത്തിൻ്റെ ഷേപ്പ് ഇരുട്ടിൽ കാണുമ്പോൾ അത് കൃഷ്ണൻ്റെ രൂപമാണോ? ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ സദാ ആ രൂപത്തിനെ, ആ ഭാവത്തിനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇൻ ദ സെയിം വേ, എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് അതായിത്തീർന്ന അവസ്ഥ. ഈവൻ നമ്മൾ കുളിക്കുക എന്ന് തന്നെ വിചാരിച്ചോളൂ. ഷവറിൽ വെള്ളം വീഴുന്ന സമയത്ത് മണി അട്രാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ മണിയുടെ മഴ പെയ്യാണ് എന്നുള്ള സങ്കല്പത്തിൽ ആ പോസിറ്റീവ് എനർജി ആത്മാവിൽ നിറയുന്നു. ഒപ്പം തന്നെ മണിയുടെ മഴ പെയ്തുകൊണ്ടേയിരിക്കും, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നിലേക്ക്. എവിടെയാണോ അതിൻ്റെ സ്രോതസ് അവിടെ നിന്ന് എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോബ് ആണെങ്കിൽ ആ ജോബ് ഓഫർ എനിക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് എന്നിൽ നിറയ്ക്കുകയാണ്. നിങ്ങൾക്ക് നല്ല മാർക്കാണ് എയിമെങ്കിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം കൊണ്ട് എനിക്ക് ആനന്ദത്തിൻ്റെ മഴ പെയ്യാണ്. ഇങ്ങനെ ഷവറിങ് ടൈമിൽ വളരെ നല്ലതാണ് മാനിഫെസ്റ്റേഷൻ. അതുപോലെ ഉറങ്ങാൻ പോകുന്ന നേരത്ത്, ഉണരുന്ന സമയത്ത്, ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ, എപ്പോഴൊക്കെ നിങ്ങൾ ഫ്രീ ആവുന്ന അപ്പോഴൊക്കെ മനസ്സിനുള്ളിൽ നിന്ന് ഇത് പോസിറ്റീവ് എനർജി ആയിട്ട് ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് ഹൃദയം തുടിക്കണം. തണുത്ത ശരീരവും തണുത്ത മനസ്സും തണുത്ത ഹൃദയവുമാണെങ്കിൽ അതിന് പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതേസമയം ശരീരം അതുകൊണ്ട് ആനന്ദ പുളകിതമാകുമ്പോൾ, ഹൃദയം പ്രകമ്പനം കൊള്ളുമ്പോൾ നിങ്ങളുടെ ശ്വാസം തീവ്രമായിട്ട് വേഗത്തിലാവണം. അത് നേടി എന്നുള്ള വിചാരം വരുമ്പോൾ എങ്കിൽ ആ മാനിഫെസ്റ്റേഷനെ തടയാൻ ആർക്കും സാധ്യമല്ല. വളരെ വേഗത്തിൽ നിങ്ങളടുത്ത് എത്തിച്ചേരും. അങ്ങനെ നിങ്ങൾക്ക് എത്തട്ടെ. ഓം ശാന്തി.